വെൽക്കം ടു മാജിക് ലണ്ടൻ. മാജിക് ലണ്ടൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മാജിക് ലണ്ടൻ മാന്ത്രിക വിദ്യകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലുപരി നിങ്ങൾ നൽകിയ പ്രോത്സാഹനം ഞങ്ങളുടെ ആത്മവിശ്വാസം ഒത്തിരി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വരും നാളുകളിലും ഞങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം നിങ്ങൾ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടി പുതുമയുള്ള വീഡിയോകൾ തേടിയുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഇന്ന് മാന്ത്രിക വിദ്യയല്ല, മറിച്ച് ഒരു മാന്ത്രിക വിസയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 18നും 30നും ഇടയിൽ പ്രായമുള്ള ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ള ആർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന യങ് പ്രൊഫഷണൽ സ്കീം വിസ അഥവാ യൂത്ത് മൊബിലിറ്റി വിസയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അടുത്ത മാസം 600 പേർക്കാണ് ഈ ഒരു സാധ്യതയുള്ളത്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 600 പേർക്ക് ഇന്ത്യയിൽ നിന്നും UK വരാനുള്ള അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഈ വിസയിൽ ഇത്തരത്തിൽ UK കാസർഗോഡ് ജില്ല നീലീശ്വരം സ്വദേശി റഷാദ് നമ്മോടൊപ്പമുണ്ട്. റഷാദ്, എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങളായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മളെ വിസ ഡേറ്റ് വന്നതിന് ശേഷം നമുക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഈ വിസ ഡേറ്റ് വന്നതിന് ശേഷം എന്ന് പറയുന്നത് ഇതൊരു നറുക്കെടുപ്പാണ്. അടുത്ത മാസം ഡേറ്റ് ഡിക്ലെയർ ചെയ്യും. ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടും ഒരു ഇമെയിൽ അഡ്രസ്സും മാത്രം മതി. UKBA വെബ്സൈറ്റിൽ നിങ്ങൾ ഈ നറുക്കെടുപ്പിൽ അപേക്ഷിച്ചു കഴിഞ്ഞാൽ നറുക്ക് വന്നോ ഇല്ലയോ എന്നുള്ളത് വിത്തിൻ 7 ഡേയ്സിൽ അറിയിക്കും. നിങ്ങൾ നറുക്കെടുപ്പിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ 7 ഡേയ്സ് കഴിഞ്ഞ് ഈ അപ്ലിക്കേഷൻ കൊടുത്താൽ മതി. ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ് വേണം? നമുക്ക് ആദ്യം വേണ്ടത് വിസ ഫീ ആയിട്ട് 298 പൗണ്ട് ആവശ്യമുണ്ട്. വിസ ഫീ 298 പൗണ്ട്. അതുപോലെ ബാങ്കിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഏകദേശം 2530 പൗണ്ട് ആവശ്യമുണ്ട്. ഓക്കെ, അത് എത്ര നാളേക്ക് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് വെക്കണം? അത് 28 ദിവസത്തെ മെച്യൂരിറ്റി പീരീഡ് ആണ് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതുപോലെ മാർക്ക് ഷീറ്റ്, അതുപോലെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ TB ഇല്ല എന്നുള്ള നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ നാട്ടിൽ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റു ഹോസ്പിറ്റലിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഞാൻ എടുത്തത് അമൃത ഹോസ്പിറ്റൽ. ഞാനും മുമ്പ് ചെയ്തിട്ടുള്ളത് അമൃത ഹോസ്പിറ്റലിലാണ്. പക്ഷെ UKBA വെബ്സൈറ്റ് ഓർമ്മിച്ചോളൂ, UK ബോർഡർ ഏജൻസി UKBA വെബ്സൈറ്റിൽ നിന്ന് ഈ വിസയെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞങ്ങൾ പരമാവധി കാര്യങ്ങൾ, ഞങ്ങളുടെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇത്രയും വിശദമായി പറയുന്നത് നിങ്ങൾക്ക് ഈ വിസക്ക് തയ്യാറെടുക്കുന്നതിന് മുന്നൊരുക്കമായി തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു മുൻകൂറായി പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം ലാഭിക്കാൻ സാധിക്കും. കാരണം എല്ലാം കഴിഞ്ഞ് നറുക്കൊക്കെ വന്നതിന് ശേഷം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് അതൊക്കെ മുൻകൂറായി ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി സമയം ലാഭിക്കാൻ പറ്റും. പ്രത്യേകിച്ച് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ഖത്തറിലായതുകൊണ്ട് തന്നെ വൈകിട്ടുണ്ടായിരുന്നു. എനിക്ക് ഖത്തറത്തെ പോലീസ് ക്ലിയറൻസും കൂടി വേണ്ടിയിരുന്നു. അതായത് ഞാൻ 1 വർഷം കൂടി ഖത്തറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ പോലീസ് ക്ലിയറൻസും കൂടി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് ഖത്തറത്തെ PCC എടുത്തിട്ട് വന്നത്. ഇത് കൃത്യമായി പറയാൻ കാരണം വിദേശത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യം വരും. അപ്പൊ നിങ്ങൾ ഇതിന് മുന്നൊരുക്കങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതൊക്കെ ഒന്ന് മനസ്സിരുത്തിയാൽ നമുക്ക് കുറെ സമയം ലാഭിക്കാൻ പറ്റും. അപ്പൊ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്തായാലും ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കോളേജിൽ നിന്ന് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് അവരുടെ ലെറ്റർ ഹെഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വാങ്ങാൻ പറ്റും. നമ്മൾ പഠിച്ച കോളേജിൽ കോളേജിൽ നിന്ന് ലെറ്റർ വാങ്ങണം. അത് ഈസി ആയിട്ട്, അത് പിന്നെ സമയമൊന്നും മെനക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അത് വിദേശത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ വിദേശത്തിൽ നിന്ന് വേണം. അതിന്റെ സമയം നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കി വെക്കണം. ഒത്തിരി ഏജൻസികളുണ്ട്. ഇത്രയും കൃത്യമായി പറയുന്നത് ഒത്തിരി ഏജൻസികൾ ആപ്പിൾ പറിക്കാനുള്ള വിസ അല്ലെങ്കിൽ കോഴി ഫാമിലേക്കുള്ള വിസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഏജൻസികളുണ്ട്. ഈ വിസക്കും ഏജൻസികൾ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് UKBA വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നറുക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ അപ്ലിക്കേഷൻ കൊടുക്കാം. ആ സമയത്ത് പിന്നെ എത്ര തുകയാണ് ഡിപ്പോസിറ്റ് വേണ്ടത്?
2530 പൗണ്ട്. ഏകദേശം ഒരു പൗണ്ടിന് ഏകദേശം 100 രൂപയാണ്. 100 രൂപയും സംതിങ് വരും. ഏകദേശം 3 ലക്ഷം രൂപ നിങ്ങൾ കരുതിയാൽ മതി. ടിക്കറ്റ് അടക്കം 3 ലക്ഷം രൂപ നിങ്ങൾ കരുതിയാൽ മതി. അപ്പൊ ഈ ഒരു തുക 28 ദിവസത്തേക്കാണ് ഡിപ്പോസിറ്റ് ചെയ്ത് വെക്കേണ്ടത്. തുക ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നെറുക്കെടുപ്പിന് കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പോഴേ ബാങ്കിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും ദിവസം നിങ്ങൾക്ക് ലാഭമായി. അതുകൊണ്ട് തുക ഉള്ളവരാണ് എങ്കിൽ നേരത്തെ ഇപ്പൊ തന്നെ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നെറുക്കെടുപ്പിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. ഇനി ഇല്ലാത്തവരാണ് എങ്കിൽ ഏകദേശം 90 ദിവസം ടൈം നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, 90 ദിവസം ടൈം തരുന്നുണ്ട്. നെറുക്കെടുപ്പിൽ വന്നതിന് ശേഷം ഈ ഒരു തുക സ്വരൂപിച്ച് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് അപേക്ഷ നൽകിയാൽ മതിയാവും. അപ്പൊ വിസ ഫീസ് എത്രയാണ്? വിസ ഫീസ് നമ്മൾ പറഞ്ഞിരുന്നോ? വിസ ഫീസ് 298 പൗണ്ട് വരുന്നുണ്ട്. വിസ ഫീസ് 298 പൗണ്ട്. നേരത്തെ പറഞ്ഞത് ഓർക്കുക, ഒരു പൗണ്ടിന് 100 രൂപയാണ്. ആ ഒരു കാൽക്കുലേഷൻ മതി. അതുപോലെ തന്നെ ഇൻഷുറൻസും കൂടി വരുന്നുണ്ട്. ഇൻഷുറൻസിന് 570 പൗണ്ട്, 776 പൗണ്ട് ഒരു വർഷത്തേക്ക് 2 വർഷത്തേക്കുള്ള ഇൻഷുറൻസ് തുകയും നമ്മൾ കാണും. ഇത് മാത്രമാണ് ചെലവുള്ളത്. വിസ ഫീസ് ഏകദേശം 30,000 രൂപ, പിന്നെ നമ്മൾ വരുന്ന ഫ്ലൈറ്റിന്റെ ചാർജ്, പിന്നെ 2 വർഷത്തേക്ക് ഇവിടത്തേക്കുള്ള ഇൻഷുറൻസിന്റെ തുക. ഈ ഒരു തുക മാത്രമാണ് നമുക്ക് ചാർജ്. വേറെ ഒരു ഏജൻസിക്കോ ഒന്നിനും നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടതില്ല. വളരെ ഈസിയാണ് പ്രൊസീജിയർ. അടുത്ത പിന്നെ UKBA വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ കിട്ടും. അതുപോലെ തന്നെ നമുക്കൊരു കാര്യം ചെയ്താൽ എല്ലാവർക്കും വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി, ഏതായാലും പിന്നെ റഷാദ് നാട്ടിൽ നിന്ന് വന്ന ഒരു ഭാഗ്യവാനാണ്. ഓക്കെ, ഏതായാലും പിന്നെ ഈ വിസയിലെത്തിയിട്ട് ലണ്ടനെ കുറിച്ച് എന്ത് തോന്നുന്നു? ലണ്ടൻ പ്രതീക്ഷയിലും അടിപൊളിയാണ്. ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന്. ഓക്കെ, പക്ഷെ നല്ല ഒരുപാട് ആൾക്കാരെ കിട്ടി, നല്ല ഫ്രണ്ട്സ് കാര്യങ്ങളുണ്ട്, മലയാളികളുണ്ട് ഇഷ്ടംപോലെ മലയാളികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇല്ല, പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ പരമാവധി ശ്രമിക്കാം. നമ്മൾ ശ്രമിക്കുക എന്ന് പറയുന്നത്, ഇനി പിന്നെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ ആപ്ലിക്കേഷൻ നൽകി. കാരണം ഓപ്പൺ ചെയ്യാണ്ട് നമുക്കിപ്പോ ആപ്ലിക്കേഷൻ ഇട്ട് സാമ്പിൾ കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ഇട്ടുകൊണ്ട് അതിന്റെ വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിക്കാം. അപ്പൊ കുറച്ചുകൂടെ എളുപ്പമാവും. പറ്റുമെങ്കിൽ പരമാവധി നമ്മൾ ശ്രമിക്കാം. പറ്റുമെങ്കിൽ നമ്മളത് കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ UKBA വെബ്സൈറ്റിൽ പോവാം. പിന്നെ നമ്മളൊരു ഇൻഫർമേഷൻ വരുന്ന വീഡിയോയിൽ എപ്പോഴാണ് ഓപ്പൺ ചെയ്യുക എന്ന് പറയാം. ഏതായാലും അടുത്ത മാസം 600 പേർക്ക് അവസരമുണ്ട്. അതുകൊണ്ട് തയ്യാറായി ഇത്രയും കാര്യങ്ങൾ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ, അത് നമുക്ക് കിട്ടിയതിന് ശേഷം എടുത്താൽ മതി. ബട്ട് തയ്യാറായി നിന്ന് കഴിഞ്ഞാൽ, വേണ്ട കാര്യങ്ങളൊക്കെ തയ്യാറായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലണ്ടനിൽ വെച്ച് കാണാം എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ. ഭാഗ്യമുണ്ടാവട്ടെ. 600 പേരിൽ നമ്മുടെ നാട്ടുകാർ ഒത്തിരി പേരുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.